ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ നിൽക്കുന്നത്. ഈ കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോളോവർ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കോവിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത്. അപ്പോഴിപ്പം നിൽക്കുന്നത് കോവിൽപ്പട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ മാറി ഉള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ തങ്ങിയത്. ഞാനിങ്ങോട്ട് വന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. ഞാനിങ്ങോട്ട് വന്നത് കൊല്ലത്തുനിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2:50 ഒരു ട്രെയിനുണ്ട്, അനന്തപുരി എക്സ്പ്രസ്. 2:50 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി തിരുവനന്തപുരം വഴി വരുന്ന വണ്ടിയാണ്. തിരുവനന്തപുരത്ത് ഒരു വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും എത്തും. എന്നിട്ട് തിരുവനന്തപുരം കഴിഞ്ഞ് നാഗർകോവിൽ ആ ഒരു ഏരിയയൊക്കെ എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാപവും പിന്നെ നല്ല വിശാലമായിട്ടുള്ള തടാകങ്ങളും വലിയ വലിയ വയൽ പ്രദേശങ്ങളും കൃഷിയിടങ്ങളും പിന്നെ കാറ്റിൽ കൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് ഫാമൊക്കെ ഉണ്ട്. അപ്പോഴങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്ത് ഈ കോവിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വരാം. ഈ കോവിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിൻ എത്തുന്നത് രാത്രി 8 മണിക്കാണ്. അങ്ങനെ ഞാൻ രാത്രി 8 മണിക്ക് എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി ലിംഗം ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റൂമായിരുന്നു. സിംഗിൾ റൂമിന് 600 രൂപയാണ് ചാർജ്. അങ്ങനെ അവിടെ തങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു ഹോട്ടലുണ്ടായിരുന്നു, വിഘ്നേഷ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോഴവിടെ പോയി ഇന്നലെ രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് രാത്രി റൂമിൽ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ, ഇപ്പം സമയം 8:45 ആയിട്ടുണ്ട് രാവിലെ. അപ്പോഴിനി ഈ കോവിൽപ്പട്ടിയും പരിസരമൊക്കെ ഒന്ന് നടന്ന് കറങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ കപ്പലണ്ടി മിഠായിയാണ്. കപ്പലണ്ടി മിഠായി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ തമിഴ്നാട്ടിലെ ഇതിനെ പറയുന്നത് കടല മിഠായി എന്നാണ്. അപ്പോഴെന്തായാലും അതിൻ്റെയൊക്കെ കച്ചവടങ്ങളൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. ഇതോ അവിടെ ആയിട്ട് ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ, കോവിൽപ്പട്ടി റെയിൽവേ സ്റ്റേഷൻ. അതിനടുത്തായിട്ടൊരു ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനടുത്തായിട്ടാണ് ഞാൻ തങ്ങിയത്. ബസ്സെല്ലാം ഇറങ്ങി വരുന്നത് കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ, കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുള്ള ബസ്സാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് കോവിൽപ്പട്ടി പഴയ ബസ് സ്റ്റാൻഡിലോട്ട്. ഈ കാണുന്നതാ കോവിൽപ്പട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇപ്പോഴും ഒരുവിധപ്പെട്ട റെയിൽവേ സ്റ്റേഷനെല്ലാം റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇവിടെ പുതിയ ആർച്ചൊക്കെ വെക്കുവാണ്. അങ്ങനെ കൊല്ലത്തുനിന്ന് ഈ കോവിൽപ്പട്ടി വരെ വരുന്നതിന് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ടിക്കറ്റ് ചാർജ് 115 രൂപയും സ്ലീപ്പറിന് 225 രൂപയാണ്. സ്ലീപ്പർ എടുത്താൽ മതിയായിരുന്നു. ഞാൻ പിന്നെ ഒരു 5 മണിക്കൂറത്തെ യാത്രയല്ലേ ഉള്ളൂ, ജനറൽ കമ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ട്രിവാൻഡ്രം വരെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ട്രിവാൻഡ്രം കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെന്തായാലും സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. ഞാൻ കൊല്ലത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്കും സ്ലീപ്പർ അവൈലബിൾ ആയിരുന്നു. പിന്നെ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എടുത്തില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഹോട്ടലൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഒരു കടയിൽ ചൂട് വടയും ബോണ്ടയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ, വടയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഒരു ചായ കുടിക്കാം, ഒരു ചായ. അങ്ങനെ ചായ കുടിച്ച കടയിൽ നിന്ന് മുട്ടായി വാങ്ങി. ഈ മിഠായി നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് എല്ലാ കടകളിലും ഉണ്ടായിരുന്നു, മാംഗോ മിഠായി. ഈ ലോറി നോക്കേ, പഴയ ലോറി. രാവിലെ 9 മണിക്കൊക്കെ കരിക്ക് കുടിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നു വരുമ്പോഴത്തേക്കും കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ ടൗൺ തുടങ്ങി. ഇവിടെയൊക്കെ ആയിട്ട് ദോസ്ത് സ്റ്റാൻഡാണ്, ദോസ്ത്. അശോക് ലേലൻഡിൻ്റെ ദോസ്തായി കിടക്കുന്നത്. മാർക്കറ്റൊക്കെ ഇവിടെ അടുത്താണ്. കണ്ടില്ലേ, എല്ലാം ദോസ്താണല്ലോ. കണ്ടില്ലേ, ഇവിടെയും ഒരു ദോസ്തിനകത്തോട്ട് അതിലോട്ട് ലോഡൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ ആയിട്ട് അമ്പലത്തിൽ എന്തോ പരിപാടിയാട്ടോ, ഉത്സവമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഉത്സവം തന്നെ ആയിരിക്കണമെന്നില്ല, വേറെയും വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എല്ലായിടത്തും ദോസ്താണ് കിടക്കുന്നതെന്ന്? പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, എയ്സും ഉണ്ട്. അതെ, ഇവിടെ എയ്സിനകത്ത് സവാളയൊക്കെ വെച്ചിട്ട് നിൽപ്പുണ്ട്, സവാളയും ചെറിയുള്ളിയും. ആരെയും കാണുന്നില്ല, കച്ചവടത്തിൻ്റെ ആളെ കാണുന്നില്ല. അല്ലെങ്കിൽ റേറ്റൊക്കെ നമുക്കൊന്ന് ചോദിക്കാമായിരുന്നു. ഇവിടെ ആയിട്ടൊരു 3 വീലുള്ള സൈക്കിളിൽ മാങ്ങയൊക്കെ വെച്ചിട്ട് നിൽപ്പുണ്ട്. 1.5 കിലോ 100 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ ആയിട്ടൊരു സിനിമാ തിയേറ്ററാണ് റോഡിനപ്പുറത്തായിട്ട്, സത്യഭാമ സിനിമാസ്. കുറച്ചധികം പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്, 4 സ്ക്രീനുണ്ട്. മമ്മൂട്ടിയുടെ ടർബോ ഉണ്ട് കേട്ടോ. ഇവിടെ ടർബോയുടെ പോസ്റ്ററും ഉണ്ട്. ഇവിടെ ആയിട്ട് ഷോയുടെ സമയം എഴുതിയിരിക്കുന്നതൊക്കെ 4 സ്ക്രീൻ ഉള്ളത് കൊണ്ടേ കുറച്ചധികം ഷോസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പം വന്നിരിക്കുന്ന ഈ സ്ഥലമാണ് കോവിൽപ്പട്ടി പഴയ ബസ് സ്റ്റാൻഡ്. ആ കാണുന്നതാണ് പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടെ ആയിട്ട് നോക്കിയ ഒരു വണ്ടിക്കകത്ത് പാലുവണ്ടി. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടൊരു തിയേറ്ററിൻ്റെ ബോർഡ് കണ്ടു കേട്ടോ. നമ്മൾ നേരത്തെ ഒരു തിയേറ്ററിൻ്റെ ബോർഡ് കണ്ടായിരുന്നു, പക്ഷേ ഇത് വേറൊരു പ്രത്യേകതയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ലക്ഷ്മി മൾട്ടിപ്ലക്സ് ഫുൾ AC എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഫുൾ AC എന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലൊരു രീതിയുണ്ട്. ഫുൾ AC എന്ന് പറഞ്ഞാൽ തിയേറ്റർ കംപ്ലീറ്റ് ആയിട്ട് AC ആയിരിക്കും. അല്ലാതെ നോർമലായിട്ട് AC എന്ന് എഴുതി കഴിഞ്ഞാൽ ബാൽക്കണി മാത്രമേ കാണത്തുള്ളൂ AC. ബാൽക്കണി അല്ലെങ്കിൽ ബോക്സ് മാത്രമേ കാണത്തുള്ളൂ AC. ബോക്സിന് മുമ്പിലായിട്ട് ഒരു ഗ്ലാസ് വെച്ച് മറച്ചിരിക്കും, അതിനകത്തിരിക്കുന്നവർക്ക് മാത്രം AC കിട്ടും.
അതാണ് നോർമൽ AC. ഫുൾ AC എന്ന് പറയുമ്പോഴത്തേക്കും തിയേറ്റർ മൊത്തത്തിൽ AC ആയിരിക്കും. അപ്പോഴത്തെ ഈ കാണുന്നത് ലക്ഷ്മി തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററാണ്. ഇത് ഫുൾ AC ആണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഫുൾ AC ആണ്. അങ്ങനെ ബാൽക്കണി മാത്രം AC അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള തിയേറ്റർ കേരളത്തിലില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയ തിയേറ്ററാണ് കേട്ടോ. നോക്കട്ടെ, സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു സിനിമയെ കാണാം. അപ്പോഴതാണ് ഫുൾ AC-യുടെയും നോർമൽ AC-യുടെയും വ്യത്യാസം. അങ്ങനെ എന്തായാലും എന്താ ഇവിടെ ഫുൾ AC എന്ന് വെച്ചിരിക്കുന്ന ബോർഡിനടുത്തായിട്ട് ഒരു ചെറിയൊരു കട. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഡ്ഡലി, പൊങ്കൽ, പൂരി കിഴങ്ങ് സെറ്റ്, അത് കഴിക്കാം അല്ലേ. അങ്ങനെ എന്തായാലും പൂരി സെറ്റ് കിട്ടിയിട്ടുണ്ട്. സിനിമ പോസ്റ്ററും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാം. ഞാൻ ഇന്നലെ വീട്ടിൽ പറഞ്ഞതേ ഉള്ളായിരുന്നു. ഇന്നലെ വീട്ടിൽ അപ്പവും കിഴങ്ങ് കറിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പൂരിയും കിഴങ്ങ് കറിയാണ് ശരിക്കുമുള്ള കോമ്പിനേഷൻ എന്ന്. അപ്പോൾ ഇന്നൊരു കോയിൻസിഡൻസ് പോലെ ഇന്ന് കിട്ടി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. 35 രൂപ ഒരു പൂരി സെറ്റിന്. ഇതെവിടെയായിട്ട് നോക്കേ, മാലയൊക്കെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിരിക്കുന്നത് കണ്ടില്ലേ. കാര്യം ഭയങ്കര പൊടിയാ. ബസ് സ്റ്റാൻഡൊക്കെ ആയതുകൊണ്ടേ ബസ്സുകളെല്ലാം വളഞ്ഞ ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്ന കണ്ടില്ലേ. അതാണ് കോവിൽപ്പട്ടി പഴയ ബസ് സ്റ്റാൻഡ്. എന്തായാലും നമുക്കേ ബസ് സ്റ്റാൻഡിനകത്തൂടെ കയറി ഇങ്ങിപ്പുറത്ത് വന്നിട്ട് ബാക്കി കാര്യം അപ്പോഴാലോചിക്കാം. ഇതുവഴി കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കുവേ വണ്ടികളെല്ലാം ഓടി വന്ന വണ്ടികളല്ലേ, അതിൻ്റെ എഞ്ചിൻ്റെ ചൂടുണ്ട്. എഞ്ചിൻ്റെ ചൂടുകൊണ്ട് പിന്നെ ഈ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് നല്ല കിടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം നല്ല മഴയായിരുന്നു. ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോഴിവിടെ അടിക്കുന്ന ചൂട് 35 ഡിഗ്രി. രാവിലെ തന്നെ ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് ഓരോരോ തുണിത്തരങ്ങൾ ഡിസ്പ്ലേ ഇട്ടിരിക്കുവാണ്. തോർത്തുകൾ, ഷോളുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. കർച്ചീഫുകൾ. പേരെന്നെ സുരേഷ്. ചിന്ന പയ്യൻ ആണാ പെരിയ പേര്? ഓക്കെ, നല്ല പേര്. എത്രാമത് പഠിക്കണേ? 10th പോറേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ നോക്കേ, മഞ്ഞ കളർ മഞ്ഞളിൽ കഴുകിയിരിക്കുവാണ് ഫുട്പാത്ത്. മംഗളകർമ്മം മഞ്ചളിൽ ആരംഭിക്കുമെന്ന് ഒരു യൂട്യൂബിലൊരു വീഡിയോക്കകത്ത് പറയുമല്ലോ. 4 പേര് പാചകം ചെയ്യുന്നൊരു വീഡിയോ ഇല്ലേ, അതിൽ പറയുമല്ലോ. അതാണ് ഓർമ്മ വന്നത്. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കേ പട്ടികൾ ബൈക്കിനടിയിൽ കിടന്നുറങ്ങുന്നു. സാധാരണ വലിയ വലിയ വണ്ടിയുടെയൊക്കെ അടിയിലല്ലേ കിടന്നുറങ്ങുന്നത്, ഇത് ബൈക്കിനടിയിൽ കിടന്നുറങ്ങുന്നത്. ചുമ്മാ ഒരു കാര്യമല്ലേ, വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് നടന്ന് കോവിൽപ്പട്ടി മാർക്കറ്റിനടുത്തോട്ട് വന്നു കേട്ടോ. മാർക്കറ്റും പരിസരവും ഒക്കെയാണിത്. ഒരു ചെറിയൊരു അമ്പലം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂക്കച്ചവടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറച്ചധികം കൽത്തൂണുകളൊക്കെ ആയിട്ടേ നല്ലൊരു അമ്പലം. എല്ലായിടത്തും ചക്കക്കച്ചവടം എല്ലായിടത്തും ആക്റ്റീവായി തുടങ്ങിയിരിക്കുവാണ്. മാങ്ങകൾ. ഇവിടെ പഴയ ഒരു കെട്ടിടം തകർന്ന് വീണിരിക്കുവാണ്. അകത്ത് കടയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ. സമയം ഇപ്പം രാവിലെ 9:45 അപ്പോഴത്തേക്കും തന്നെ മാർക്കറ്റ് എല്ലാം ആക്റ്റീവായി, കച്ചവടങ്ങളെല്ലാം ആക്റ്റീവായി തുടങ്ങി. ഇവിടെ ഒരു കടയിൽ നോക്കേ, കരിമ്പിൻ കാട്. ഒരുപാട് കരിമ്പുണ്ട്. കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനെല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുവാണ്. പരിപാടി തുടങ്ങിയിട്ടില്ല. ഈ മാർക്കറ്റിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും കുറച്ചധികം വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. എല്ലായിടത്തും പലതരം കടകളുണ്ട്. എല്ലാം ആക്റ്റീവായി തുടങ്ങിയിരിക്കുവാണ്. ഇവിടെ ഒരു അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ നേരത്തെ അതുവഴി പോയപ്പോഴത്തേക്കും ഒരു അമ്പലം കണ്ടില്ലായിരുന്നോ, ആ അമ്പലത്തിന് ഇങ്ങനെ ഒരു കറക്കം കറങ്ങിയാണ് ഞാനിങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു വഴി. ഈ വഴി ഒരു പൂ മാർക്കറ്റാണ്, ചെറിയൊരു പൂ മാർക്കറ്റ്. ഇതാ കണ്ടില്ലേ, റോസ് എല്ലാം ഇരിപ്പുണ്ട്. സാധാരണ കച്ചവടങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്കും ലേലം വിളിയുടെ ബഹളം എല്ലാം കാണും. പക്ഷേ അങ്ങനത്തെ ശബ്ദങ്ങളൊന്നുമില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. പൂ കിട്ടുന്ന ആ ഒരു വാഴയുടെ വള്ളി. ആ മാർക്കറ്റിനകത്തോട് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു മണ്ഡപം കാണാം. ചെരുപ്പിട്ട് പോകാൻ മുടിയുമാ? അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ ചെരുപ്പ് ഊരിയിട്ടെ ഒന്ന് നടന്നിട്ട് വരാം. എന്തായാലും കൊള്ളാം ഈ ഒരു വഴി. ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. കുറച്ചധികം തൂണുകളെല്ലാം ഉണ്ട്. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ആ ഒരു അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റാണിത്. ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇതുവഴി അങ്ങോട്ട് പോയത്, ഈ വഴി കൂടെ ഇങ്ങോട്ട് പോയത്. അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് പൂക്കച്ചവടമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഈ കാണുന്ന പൂക്കച്ചവടം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ചെരുപ്പെടുത്തിട്ട് കറങ്ങി എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെയായിട്ട് പലതരം ഉണക്കമീനുകൾ. കൂടുതലും നെത്തോലിയാണ് ഉള്ളത്. മുകളിലൊക്കെ ഇരിപ്പുണ്ട് മീനിന്റെ തല, ഉണക്കമീനിന്റെ തല, ചൂരയുടെ തല ഉണങ്ങിയതൊക്കെ ഇരിപ്പുണ്ട് മുകളിൽ. ഇവിടെ ആയിട്ടൊരു കൊലക്കട, ചെറിയൊരു കൊലക്കട, കുഞ്ഞൊരു കടയ്ക്കകത്ത് കുറച്ചധികം കൊലകൾ. ഇവിടെ ഈ കൊലക്കടയോട് ചേർന്ന് ഒരു വഴി അകത്തോട്ടുണ്ട്. ആ വഴി കണ്ടപ്പോഴത്തേക്കും നല്ലൊരു ഫീല് തോന്നി. ഇതുവഴി ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വരാം. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് പഴയ ടൈപ്പല്ല, പഴയ കെട്ടിടങ്ങൾ.
ഇതുവഴി നേരെ പോകുന്നത് ഒരു അമ്പലത്തിലോട്ടാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിലെല്ലാവേ പാറക്കല്ല് വെച്ചിട്ടിങ്ങനെ വിരിച്ചിട്ടുണ്ട്, ഇൻ്റർലോക്ക് പോലെ. ഇവിടെയായിട്ട് നോക്കേ, ചെറിയൊരു പ്രതിഷ്ഠ. ഇതും മാർക്കറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആ വഴി കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ എത്തും. ഇതുവഴി ഷോർട്ട് കട്ടായിട്ട് അപ്പുറത്ത് റോട്ടിൽ കയറാം. അങ്ങനെ ഓരോരോ വഴികൾ. ഇവിടെ ഞാൻ ഈ പറഞ്ഞില്ലായിരുന്നു ചെറിയൊരു പ്രതിഷ്ഠയാണ്. 1972 എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അരിക്കടയിൽ അരിയുടെ റേറ്റ് എല്ലാം അരിയിൽ കുത്തി വെച്ചിട്ടുണ്ട്. പഴയ റേറ്റ്, പുതിയ റേറ്റ്, അങ്ങനെ പല പല റേറ്റുകളുണ്ട്. അങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. എംസാൻഡ് ആണല്ലോ. ചന്ത ഭയങ്കര തിരക്കായി കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു ആർച്ച് കാണാം, നഗരാച്ചി ദിനസരി ചന്തൈ കോവിൽപ്പട്ടി എന്ന് പറഞ്ഞിട്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ കാണുന്ന വരിയിലാണ് കടലമിഠായികളുടെ കടകളുള്ളത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ മെയിനായിട്ട് പറയുന്നൊരു കട കാർത്തിക് എന്ന് പറഞ്ഞ കടലമിഠായി കടയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കാർത്തിക്. അപ്പോൾ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് കടലമിഠായി ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോഴറിഞ്ഞത് ഇവിടെ നിന്ന് കോവിൽപ്പെട്ടി മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് തിട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സുണ്ട്, മിനി ബസ്. അപ്പോൾ ആ മിനി ബസ്സിൽ കയറിയിട്ട് പിള്ളയാർ കോവിൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കടലമിഠായി മേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മൾ നേരത്തെ നടന്നു വന്ന എയ്സിൻ്റെ സ്റ്റാൻഡിലായിരുന്നോ, ഇവിടെയാണ് ബസ് നിർത്തുന്ന സ്ഥലം. അപ്പോഴെന്തായാലും നമുക്ക് ഈ പന്തലിനടിയിലായിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. തിട്ടക്കുളം പോകുന്ന ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. എന്തായാലും ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നത് കാര്യമായി, വെയിലത്ത് നിൽക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് SBT എന്ന് പറഞ്ഞൊരു ബസ് വന്നായിരുന്നു. അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട്, ഒരു മിനി ബസ്, അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് പിള്ളയാർ കോവിൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലമാണ് പിള്ളയാർ കോവിൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ്. കോവിൽപ്പെട്ടി മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. ഇവിടെയായിട്ട് പിള്ളയാർ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ആരോമാർക്ക് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നതായി ഇപ്പോൾ പിള്ളയാർ കോവിലിനടുത്തെത്തി. ഈ കാണുന്നതാണ് പിള്ളയാർ കോവിൽ. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയ. ഈ കാണുന്നതൊക്കെ ഓരോ ഫാക്ടറിയൊക്കെയാണ്. ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ഈ കാർത്തിക് കടലമിഠായി എന്ന് പറഞ്ഞ ഒരു കടലമിഠായിയെ. ഞാനിങ്ങോട്ട് വന്ന് ബസ്സിൽ ഇറങ്ങി ചോദിച്ചപ്പോഴത്തേക്കും തന്നെ ആൾക്കാർ പറഞ്ഞു തന്നു. ഈ ഫാക്ടറിയിലൊക്കെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കടലമിഠായി ചെയ്യുന്ന സൗണ്ട് ആയിരിക്കത്തില്ല, അതിന് വലിയ ശബ്ദമൊന്നുമില്ലല്ലോ, ഉരുട്ടയും പരത്തയൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നടന്നതാ ഫാക്ടറിയുടെ അടുത്തെത്തിയിരിക്കുവാണ്. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെയായിട്ട് കണ്ടില്ലേ, ഇത് പച്ചക്കടലയാണ്. പച്ചക്കടല ഈ ഒരു മെഷീനിലൂടെ പോയിട്ട് ഇതിനകത്ത് പോയി വറക്കും. ഇതിനകത്ത് ഇവിടെ തീയിടും. നല്ല ചൂടുണ്ട് ഇവിടെ നിൽക്കാനേ. ഇതിനകത്തോട്ട് തീയിടും. ഇതിൽ കൂടി ഇങ്ങനെ വറുത്ത് ഇപ്പുറത്തോട്ട് വരും. ഇതാ കണ്ടില്ലേ വറുത്ത് വരുന്നത്. നമ്മളെ കേരളത്തിൽ ശർക്കര എന്ന് പറയും, ഇവിടെ മണ്ടവെള്ളം എന്ന് പറയും. നല്ല ഫ്രഷ് ശർക്കരകൾ. ഇതാണ് കപ്പലണ്ടി മിഠായി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ശർക്കര ഇതിൽ ഉരുക്കിയെടുത്തിട്ടാണ് ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. അതാ കണ്ടില്ലേ, ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുവാണ്. ഈ കട്ടിംഗ് റോൾ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ചെറിയ അളവുണ്ട്, പിന്നെ വലിയ അളവുണ്ട്, അങ്ങനെ പലതരം അളവുകളുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അവർ പാക്ക് ചെയ്യുവാണ്, പാക്കറ്റിലാക്കി 1/4 കിലോ ആയിട്ട് പാക്ക് ചെയ്യുവാണ്. ഇതാണ് അവരുടെ ബ്രാൻഡിൻ്റെ പേര്, KS കാർത്തിക് സ്വീറ്റ്സ്. 1 കിലോ 180 രൂപയാണ് വില. അങ്ങനെ കടലമിഠായി ഫാക്ടറിയെല്ലാം കണ്ടിട്ട് പുറത്തോട്ടിറങ്ങി 1 കിലോ കടലമിഠായി വാങ്ങിച്ചിട്ടുണ്ട്. 1/4 കിലോയുടെ പാക്കറ്റാണ്, അത് ഞാൻ 4 എണ്ണം വാങ്ങി. ഇതാ അങ്ങനെ കപ്പലണ്ടി മിഠായി എല്ലാം വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും തീപ്പെട്ടി കമ്പനിയിലേക്കുള്ള തീപ്പെട്ടിയുടെ സ്റ്റിക്കെല്ലാം ഉണക്കാനിട്ടിരിക്കുവാണ്. മരുന്നൊന്നുമില്ലാതെ തീപ്പെട്ടി കമ്പ് കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ സംഗതി. അങ്ങനെ കടലമിഠായി വാങ്ങിയിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. തൂത്തുക്കുടി 60 കിലോമീറ്റർ, തിരുനെൽവേലി 61 കിലോമീറ്റർ.
അപ്പോൾ രണ്ടിനെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് അവിടെ ആയിട്ടൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ബസ് വന്ന് നിൽപ്പുണ്ട്. അതെങ്ങോട്ട് പോകുന്നതാണെന്ന്. അങ്ങനെ കടലമുട്ടായ ഫാക്ടറി എല്ലാം പോയി കണ്ടിട്ട് തിരിച്ച് കോവിൽപ്പെട്ടി വന്നു കേട്ടോ. നമ്മൾ ഈ കടലമുട്ടായ ഫാക്ടറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങിയില്ലായിരുന്നോ? അവിടെ നിന്നാൽ മതി, തിരിച്ച് കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ്സുണ്ട്. അങ്ങനെ കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഞാനിപ്പോൾ എന്താ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോഴിപ്പം സമയം വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അടുത്തായിട്ട് കതിരേശൻ മല എന്ന് പറഞ്ഞൊരു മലയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴങ്ങോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് നാട്ടിലോട്ട് വിടാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും കോവിൽപ്പെട്ടി പഴയ ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കിട്ടും. മിനി ബസ് വരും. എന്നിട്ട് മിനി ബസ്സിൽ കയറിയിട്ട് കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ പോവുക. കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് കതിരേശൻ മലയിലോട്ട് മിനി ബസ് ഉണ്ട്. അപ്പോഴങ്ങനെ പോകണം. അതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ. അത് ആ ബസ്സിനകത്താണ് വന്നത്, 83B. അപ്പോൾ ഞാനിവിടെ ബസ് സ്റ്റാൻഡിനകത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് കതിരേശൻ മലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിനകത്തൊന്നും ബസ്സില്ല, പുറത്തോട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിന് പുറത്തോട്ട് പോകാം. അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും കതിരേശൻ മലയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വന്നിട്ടുണ്ട്. ഓരോ അരമണിക്കൂർ കൂടുന്നോറും ബസ് ഉണ്ടെന്നാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിലോട്ട് കയറാം. ഇഷ്ടംപോലെ സീറ്റുണ്ട്. അങ്ങനെ കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ മിനി ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ ഇറക്കിയ ബസ് അതോ പോകുന്നത്. ഇപ്പം സമയം 5 മണിയായിട്ടുണ്ട്. തിരിച്ച് 5:20 ഇവിടെ വന്നു കഴിഞ്ഞാൽ കോവിൽപ്പെട്ടിയിലോട്ടുള്ള ബസ് കിട്ടും. 5:20, 6:20, 7:20 അങ്ങനെ ആ ബസ്സിൻ്റെ സമയം. ഇതാണ് കതിരേശൻ മലയിലോട്ട് കയറുന്ന മെയിൻ എൻട്രൻസ്. എവിടെയായിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു ആൽമരമൊക്കെ നിൽപ്പുണ്ട്. അതിന് താഴെയായിട്ട് പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറാം. ഇവനല്ല ഇവളാണ് എന്നെ കണ്ട് കുരച്ചത്. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, പോ, ഇങ്ങോട്ട്, 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 പോടാ, മിണ്ടരുത്. ഇവിടെ ആടിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. മുട്ടുകുത്തി നിന്ന് ഇലയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്തായാലും നമുക്കേ സമയം കളയാതെ പറ്റുമെങ്കിൽ 5:20 ആകുമ്പോഴത്തന്നെ തിരിച്ചു വരുന്ന കണക്ക് മുകളിലോട്ട് നടക്കാം. ഒരുപാട് ഹൈറ്റിലോട്ടൊന്നും നടന്ന് കയറാനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നടന്ന് മുകളിലോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് പകുതി എത്തുമ്പോഴത്തേക്കും തിരിഞ്ഞിങ്ങനെ ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്കും താഴെയായിട്ട് ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളും എല്ലാം കാണാം. പിന്നെ അങ്ങ് ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും കാണാം. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കാറ്റാടിപ്പാടങ്ങൾ. സത്യത്തിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കേ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും തോന്നുന്നത് ബാംഗ്ലൂർ പോയിട്ട് മെട്രോയിൽ ഇങ്ങനെ പോകുമ്പോൾ താഴെയായിട്ട് ഒരുപാട് വീടുകളും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ആ ഒരു ഫീല് തോന്നുന്നു ഇവിടെ നോക്കുമ്പോഴത്തേക്കും. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ മുകളിലോട്ട് നടന്ന് കയറി വരുമ്പോഴത്തേക്കും ദാ ഇവിടെയൊക്കെ ആയിട്ട് പാറക്കൂട്ടങ്ങളെല്ലാം കാണാം. മാർബിൾ പോലത്തെ പാറകൾ. ഇത് ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ മാർബിൾ പോലെ ഇരിക്കുമായിരിക്കാം. അങ്ങനെ പാറക്കൂട്ടങ്ങളുടെ അടുത്തായിട്ട് അമ്പലവും. വേൽമുരുക എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അതെവിടെ നിന്നാ കാണാൻ പറ്റും എന്നറിയാൻ വയ്യ. നോക്കാം. നടന്ന് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും വേൽമുരുക എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം കാണാം. ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. വേപ്പ് മരവും ആൽമരവും ആ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ആൽമരവും ഇത് വേപ്പ് മരങ്ങളും. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു വലിയൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ആ ഒരു കാറ്റും കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു ഫീലുണ്ട്. ഇതോ അവിടെ ആയിട്ട് ഒരു ടർഫ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു മാച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ അമ്പലത്തിന് പുറത്തായിട്ട് പൂക്കച്ചവടവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആയിരിക്കുവാണ്. ഇത് എത്ര മണി വരെ ഇരിക്കും? 8:30 വരയ്ക്കും. 8:30 വരെ കച്ചവടങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലോട്ട് വന്നിരിക്കുവാണ്. ഇവിടെയൊക്കെ ആയിട്ട് തറയോടിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക വീടുകളുടെ മുകളിൽ ഇതേപോലെ തറയോടിട്ടിരിക്കും. ചൂട് കുറയുമെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം ഈ ഒരു സ്ഥലം. ഇവിടെ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള QR കോഡെല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മലയുടെ മുകളിലെല്ലാം കയറിയിട്ട് തിരിച്ചതാ 5:20 ആയപ്പോഴത്തേക്കും താഴെ വന്നു. ഇതൊരു ബസ്സിൻ്റെ ഹോണടി കേൾക്കുന്നുണ്ട്. യെസ്, ഇതാ ബസ് വരുന്നുണ്ട്. ഈ കതിരേശൻ മല എന്ന് പറയുന്ന സ്ഥലം കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പോകാനും തിരിച്ചു വരാനൊക്കെ പറ്റും. പിന്നെ ബസ് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്നാലും പോയിട്ട് വരുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് മലയുടെ മുകളിലോട്ട് കയറാനൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ കതിരേശൻ മലയുടെ മുകളിലെല്ലാം കയറിയിട്ട് തിരിച്ചു വന്നു. ഇവിടെ കോവിൽപ്പെട്ടിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു സമയം കളയുന്നൊരു സ്ഥലമാണ്
എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കതിരേശം മല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റി. അങ്ങനെ അവിടെ എല്ലാം പോയിട്ട് തിരിച്ച് കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് കോവിൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരുപാട് ബസ്സുകളുണ്ട്, മിനി ബസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മിനി ബസ്സിൽ കയറിയിട്ട് ഞാൻ കോവിൽപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാനിപ്പം റൂം എടുത്തിരിക്കുന്ന റൂമിലോട്ട് വന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. കോവിൽപ്പെട്ടിയിൽ നിന്ന് രാത്രി 7:15 ഒരു ട്രെയിനുണ്ട്. അത് ചെന്നൈ എഗ്മോർ എന്ന് ഓടി വരുന്ന ട്രെയിനാണ്. ചെന്നൈ എഗ്മോർ എന്ന് രാവിലെ 9:45 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. അതിവിടെ വൈകുന്നേരം 7:15 ആകുമ്പോഴത്തേക്കും എത്തും. രാത്രി 12:30 ആകുമ്പോഴത്തേക്കും അത് തിരുവനന്തപുരത്തെത്തും. പിറ്റേന്ന് വെളുപ്പിന് 1:30 ആകുമ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും. അത് നേരെ അങ്ങ് ഗുരുവായൂർ പോകുന്ന വണ്ടിയാണ്. 16127 എന്ന വണ്ടിയുടെ നമ്പർ. ആ ട്രെയിനിൽ കയറി വിടാനാണ് എൻ്റെ പ്ലാൻ. സത്യത്തിൽ ഒട്ടും യാത്രാ ക്ഷീണമോ അലച്ചിലോ ഒന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ ഈ കോവിൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. കാര്യം ഇന്നലെ രാത്രിയാണ് വന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് ഇവിടെ എത്തിയിട്ട് റൂം എടുത്ത് വലിയ ക്ഷീണമൊന്നുമില്ലാതെ സ്റ്റേ ചെയ്യാൻ പറ്റി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒരുപാട് വലയാതെ ഒന്ന് കറങ്ങിയിട്ട് വരാനും പറ്റി. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലൊക്കെ പോയിട്ട് വരാനേ ഒരുപാട് വലയേണ്ടി വന്നില്ല. ഞാൻ വിചാരിച്ചത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് കിടന്ന് വലയേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അത്രയും പാടൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ സംസാരിച്ചേ അങ്ങോട്ടങ്ങ് നടന്ന് റൂം അവിടെ ആയിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് 115 രൂപയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിന്. ഞാൻ സ്ലീപ്പർ നോക്കി കിട്ടിയില്ല. സ്ലീപ്പർ എടുത്ത് പോകുന്നതായിരുന്നു നല്ലത്. കാര്യം ഇപ്പം രാത്രി സമയം കൂടെ ആയതുകൊണ്ടേ ചെറുതായിട്ട് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പോഴെന്തായാലും കിട്ടുന്ന ടിക്കറ്റ് എടുത്ത് നമുക്ക് വിടാം. 115 രൂപയാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.